കുന്നമംഗലത്തെ പാലോറമ്മലിലെ ഈ റോഡ് കാണാൻ വന്നപ്പോൾ ഇവിടെ താമസിക്കുന്ന ഒരുപാട് മനുഷ്യരെ കണ്ടു. അവർ പറയും ഇത് ഒന്നാം തരം റോഡാണോ അതോ ദുർഘടമായ പാതയാണോ എന്ന്. ചെളിക്കുളമാകുന്ന റോഡ്, കുടിവെള്ളവും ചുമന്ന് ഇതുവഴി വരുന്നതിൻ്റെ ബുദ്ധിമുട്ടിനെക്കുറിച്ച് ആർക്കും ആലോചിച്ചാൽ മനസ്സിലാവുന്ന കാര്യമേയുള്ളൂ. വർഷങ്ങളേറെയായി കുന്നമംഗലം കൈപ്പച്ചാക്കിൽ SC നഗറിലേക്കുള്ള ഈ റോഡ് ഇങ്ങനെ തന്നെ കിടപ്പാണ്. ഞങ്ങൾ ആവശ്യം എന്ന് പറഞ്ഞാൽ ഈ റോഡ് ഇവിടുന്ന് ഈ ചെയ്ത് നിർത്തിയില്ലേ, ഈ നിർത്തിയതിൻ്റെ മുകളിൽ നിന്ന് താഴം വരെ പൂർത്തിയാക്കി. എല്ലാം ഗേറ്റിൻ്റെ അടുത്ത് വരാനെങ്കിലും ഞങ്ങൾക്ക് തരണം. ഗേറ്റിൻ്റെ അടുത്ത് വരെ വണ്ടി വരുന്നതാണ്, ഓൾറെഡി വണ്ടി വരും, അവിടം വരെ വേണം. അതല്ലെങ്കിൽ താഴെ നിന്ന് തുടങ്ങുകയാണെങ്കിൽ ഇത് പൂർത്തിയാക്കണം, എന്നാലേ ഞങ്ങൾക്ക് കാര്യമുള്ളൂ. അല്ലാതെ ഈ റോഡ് വന്നിട്ട് ഞങ്ങൾക്ക് കാര്യമല്ല. വണ്ടി അങ്ങോട്ട് കയറൂല. അപ്പോൾ സൂക്കേടാർ കൊണ്ടുപോകണമല്ലോ. കൊണ്ടുപോകാൻ ആളുണ്ടെങ്കിൽ കൊണ്ടുപോകും, ഇല്ലെങ്കിൽ അവിടെ തന്നെ കിടക്കും. കൈപ്പച്ചാക്കിൽ പാലോറമ്മൽ SC കോളനി റോഡ് പണി കഴിച്ചത് 2019-ലാണ്. ഉദ്ഘാടനം ചെയ്തുവെന്ന് വെണ്ടക്ക അക്ഷരത്തിൽ മനോഹരമായ ബോർഡിൽ എഴുതി വെച്ചിട്ടുമുണ്ട്. പക്ഷേ പണി പൂർത്തിയായില്ലെന്ന് മാത്രം. വികസനം എത്തിയെന്ന് കാണിക്കാൻ റോഡിൻ്റെ ഒരു ഭാഗം മാത്രം നന്നാക്കിയാൽ മതിയോ? ആ വികസനം അവിടുത്തെ ജനങ്ങൾക്ക് കൂടെ ഉപകാരപ്രദമാകുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തണ്ടേ? ആടുന്ന് ഇങ്ങോട്ട് റോഡില്ല, തീരെ റോഡില്ല. ഇനിയിപ്പോൾ അതാ റോഡില്ലാത്തതിനെ കൊണ്ടാണ് ഇതിപ്പോൾ ഞങ്ങളെ വിഷമം ഞങ്ങൾ പറയുന്നത്. ബ്ലോക്ക് ഓഫീസർ തീർത്ത് പറഞ്ഞാൽ SCൻ്റെ ഫണ്ട് എന്ന് പറഞ്ഞിട്ടാണെങ്കിൽ കഴിഞ്ഞിരിക്കുന്നത്. അതിന് തീരെ തരാൻ പറ്റില്ല. പിന്നെ റീടാറിങ്ങിനാണെങ്കിൽ ഇങ്ങനെ തരാൻ പറ്റൂ. റോഡ് മാത്രമല്ല ഇവരുടെ പ്രശ്നം. SC കോളനിയിലെ കുമാരേട്ടന് ചോർന്നൊലിക്കുന്ന വീടും ഒരു പ്രശ്നമാണ്. ഒന്ന് മേൽക്കൂര കെട്ടിത്തരണമെന്നാവശ്യപ്പെട്ട് നിരവധി ആളുകളെ കണ്ടു, പറഞ്ഞു മടുത്തു. കഴിഞ്ഞ എത്രയോ വർഷമായി വലിച്ചു കെട്ടിയ പ്ലാസ്റ്റിക് ഷീറ്റാണ് കുമാരേട്ടൻ്റെ പുരയിടത്തിൻ്റെ മേൽക്കൂര. അതെന്താ പഞ്ചായത്തിൽ നിന്ന് സഹായം ലഭിക്കുമല്ലോ എന്ന ചോദ്യമാണ് കുമാരേട്ടനോട് പലരും ചോദിച്ചത്. വീട്ടിലെത്തിയ ഞാനും അങ്ങനെ തന്നെ ചോദിച്ചു. ശരിയാക്കാൻ അറിയാലോ, വേറൊന്നുമില്ല. ഷീറ്റ് വെറുതെ ആ കല്ല് കേട് വരാതിരിക്കാൻ വേണ്ടിയിട്ട് കെട്ടിയ അതേ ഉള്ളൂ, അല്ലാതെ കിടക്കാനൊന്നും പറ്റില്ല. അതിനുള്ളിൽ മെമ്പറെ വിളിച്ച് വില്ലേജ് പറഞ്ഞ അവരാരും തിരിഞ്ഞു നോക്കിയില്ല, ആരും വന്നുമില്ല. ഇതൊരു കുമാരേട്ടൻ്റെ മാത്രം കഥയല്ല. ബീനച്ചേച്ചിക്കും പറയാനുണ്ട് അവരുടെ വീട്ടിലെ സങ്കടങ്ങൾ. 3 വർഷം അതിൻ്റെ മുകളിലൊരു ഓടായിരുന്നു. അന്നെല്ലാം കൂടി പൊട്ടി പൊളിഞ്ഞ് വീണതിന് ശേഷമാണ് ഇതിട്ട്. അന്ന് തൊട്ടില്ല. ഇപ്പം അതങ്ങ് ദുർബല വിഭാഗത്തിന് ഒരു പദ്ധതി ഉണ്ട്, അതിൽ കൊടുത്തേക്കുന്നു ഞങ്ങൾ. അപ്പം മേൽക്കൂരല്ല എന്ന് പറഞ്ഞിട്ടാണ് കൊടുത്ത്. ഇനി അത് പാസ്സാവുമല്ലോ എന്നൊന്നും ഞങ്ങൾക്ക് അറിയില്ല. SC ഫണ്ടും ജനറൽ ഫണ്ടുമെല്ലാം വെച്ച് മാർച്ച് മാസത്തോടെ റോഡിൻ്റെ പ്രശ്നം പരിഹരിക്കുമെന്നാണ് വാർഡ് മെമ്പർ പറയുന്നത്. വീടുകളുടെ കാര്യത്തിലും അതുതന്നെ കാര്യം. പക്ഷേ കാലങ്ങളായുള്ള കാത്തിരിപ്പല്ലേ. തദ്ദേശ സ്ഥാപനങ്ങൾ ഫണ്ട് അനുവദിക്കുന്നതിൽ ഇവർക്കും ഒരു ചെറിയ പ്രതീക്ഷയുണ്ടെന്ന് മാത്രം. അത്ര നല്ലതല്ല ഇവിടുത്തെ കാര്യങ്ങളെന്ന് മനസ്സിലായില്ലേ? പഞ്ചായത്തിൽ കയറിമടുത്ത ഇവർക്ക് ഇനി ആകെ പ്രതീക്ഷയുള്ളത് ഒരു തിരഞ്ഞെടുപ്പാണ്. പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് വരുമ്പോഴേക്കും ഇവിടെ ആളുകളെത്തി ഇതെല്ലാം നേരെയാക്കുമെന്ന ഒരു പ്രതീക്ഷ. ക്യാമറമാൻ മനോജ് പയ്യന്നൂരിനൊപ്പം ഇംതിയാസ് കരീം, മാതൃഭൂമി ന്യൂസ്, കോഴിക്കോട്.